എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ചുമ്മാ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ ഒന്ന് കളിയാക്കും, എന്താ പാർക്കിൽ ഇരിക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട്. നീ ഒരു പാർക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ, ഉള്ള സ്ഥലത്ത് ഒരു പാർക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്ത് എനിക്കറിയാവുന്ന രീതി കൂടി ഞാനൊരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കാണുന്നതാണ് എൻ്റെ ചെറിയ വീട് കേട്ടോ. അപ്പോൾ ഇവിടെ ചേർന്നാണ് ആ പാർക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ഇത് ഇരിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ. പുറത്തൊക്കെ വന്ന് ഇരിക്കാൻ ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞു ഇതെന്താ പാർക്കാണെന്ന് വെച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു സംഭവമാണ്. അതിലെ കല്ലിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്താൽ. പിന്നെ ഇതാ ഗപ്പിയൊക്കെ ഇടാൻ വേണ്ടി ഇതാ ചെറിയൊരു കുളം. അപ്പോൾ അവിടെ ഒരു പാലോ ഇതൊക്കെ പിന്നെ ക്ഷമയാണ് കേട്ടോ. സിമെൻറ്റ് ഇങ്ങനെ ഉരുട്ടി വെച്ചതാണ്. അത് വന്ന് ഇതാ അവിടെ നിന്ന് മൊത്തത്തിലുള്ള ആമ്പർ ഇങ്ങനെയാണ് ഇല്ലേ. ഒരു മരം ഇവിടെ ഇതിൽ പൂവുണ്ടാകുന്ന മരമാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിലാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. അതിൻ്റെ കിണറാട്ടോ. കിണർ കഴിഞ്ഞ കൊല്ലം കുറച്ച് ഇടിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ പണികളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. പണ്ടത്തെ നമ്മളെ സിംഹാസനല്ലേ, അപ്പോൾ ആ മോഡലിലൊരു സങ്കല്പം വന്നപ്പോൾ അതിന് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതിനോട് ചേർന്നിരിക്കുന്ന ഒരെണ്ണം ഇവിടെ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ, പുള്ളിയല്ലേ. ചെറിയൊരു വീട്, പിന്നെ അവിടെ ഒരു കുളമുണ്ട്, വെളിയൊക്കെ ഗപ്പിയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഇവർ കണ്ടില്ലേ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണിത്, ഒരു കലമാനും ഒരു പെൺമാനും. പിന്നെ ചെറിയൊരു കിളി, ഇതൊക്കെ സിമെൻറ്റ് ചെയ്താട്ടോ. എങ്ങനെയുണ്ട്, ഇതൊക്കെ സിമെൻറ്റിൽ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നാണ്. അപ്പോൾ ആൺമാന് വന്നപ്പോൾ പെൺമാന് നല്ല തല പൊക്കി നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പിലൊക്കെയാണ് ഇത് ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറയുക. പിന്നെ ഇത് നമ്മുടെ ഒരു വചനമാണ്, ദൈവം സ്നേഹം ജീവനിൽ വസിക്കും.